ഹലോ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വാസ്ലിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ വാസ്ലിൻ കുറച്ച് നമുക്ക് ഗുണകരമായിട്ടുള്ള ഉപയോഗങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഇതേ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത്, നമ്മുടെ മുടി ഇങ്ങനെ തുമ്പൊക്കെ പിളർന്നു പോകില്ലേ, അപ്പോൾ അതിന് നല്ലൊരു സൊല്യൂഷനായിട്ട് നമ്മുടെ വാസ്ലിൻ കുറച്ചെടുത്ത് നമ്മുടെ മുടിയുടെ തുമ്പത്ത് ഒന്ന് കുറച്ച് പുരട്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ പറയാനുള്ളത്, നമുക്ക് മെയിനായിട്ട് കുറേ പേർക്കുള്ളതാണ് മഴക്കാലമായാലും കൂടുതലും നമ്മുടെ കുഴിനകം കുത്തുന്ന പ്രോബ്ലം. അപ്പോൾ അത് മാറാനായിട്ട് കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് നമ്മുടെ കുഴിനകം കുത്തുന്ന സ്ഥലത്ത് തേച്ച് കൊടുക്കാം. പിന്നെ തേച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കാലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. എന്നിട്ട് തേച്ച് കൊടുത്തിട്ട് നമുക്ക് നൈറ്റ് കിടന്നുറങ്ങാം. പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളയണം. അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല വ്യത്യാസം, ആ പെയിനും പിന്നെ സ്കിൻ നല്ല രീതിയിൽ സ്മൂത്ത് ആവണമൊക്കെ നിങ്ങൾക്ക് മാറ്റം ചേഞ്ച് മനസ്സിലാവും. ഒട്ടുമിക്കവരും നമ്മുടെ കാൽപാദത്തിൻ്റെ അടി വിണ്ട് കയറുന്ന പ്രോബ്ലം അനുഭവിക്കുന്നവരാണ്. ഇപ്പം എൻ്റെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്തു. വേറെ ഒന്നുമില്ല, കാല് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക, കഴുകി പിന്നെ ഒരു കോട്ടൺ തുണി വെച്ച് നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ വാസ്ലിൻ കാലിലെ ആ വിണ്ട് കയറിയ സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു സോക്സ് ഇട്ട് കിടന്നുറങ്ങണം. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ കാല് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക കേട്ടോ. നമുക്ക് ഇത് സ്ഥിരമായി അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ല മാറ്റം, പിറ്റേ ദിവസം തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വാസ്ലിൻ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ രാത്രി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം രാവിലെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതിനുള്ള കാരണം ഇതിലെ പെട്രോളിയം ജെല്ലി പോലത്തെ ഒരു സാധനം സൺറൈസിനെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ സ്കിന്ന് ഡാമേജ് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാത്രി മാത്രം യൂസ് ചെയ്താൽ മതി. പകൽ നമ്മൾ ഒരിക്കലും വാസ്ലിൻ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹെയറിൽ വലിയ കുറച്ച് പേർക്കൊക്കെ സ്കിന്ന് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ ഡ്രൈ ആയിട്ടിരിക്കണം കാണാം സ്കിന്ന്, പിന്നെ ഒരു മുരുമുരിപ്പ് പോലെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനുമുള്ളൊരു പരിഹാരമായിട്ട് നമ്മൾ ഇതേപോലെ വാസ്ലിൻ തേച്ചാൽ മതി നൈറ്റ്. പിന്നെ വിറ്റാമിൻ ഇയും കൂടി ചേർക്കണമെങ്കിൽ നമുക്ക് വളരെയേറെ ഗുണം ചെയ്യും. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വാസ്ലിൻ മാത്രം തേച്ചാൽ മതി. അതേപോലെ തന്നെ നമുക്ക് ചുണ്ടുകളിൽ തേക്കാം. ചുണ്ടുകളിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് കറുത്ത പാട്, പിന്നെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക, ചുണ്ടിലെ തൊലി പോവുക, അങ്ങനെ കുറച്ച് പ്രോബ്ലംസൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇതിനുമുള്ളൊരു പരിഹാരം ഇതേപോലെ തന്നെ നമുക്ക് രാത്രി നൈറ്റ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ ചുണ്ടുകളിൽ വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ട് പിന്നെ വിറ്റാമിൻ ഇ ചേർക്കണമെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് തേച്ച് കിടന്നുറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ നമ്മുടെ ഐ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാനും ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യാനൊക്കെ ബെസ്റ്റാണ്. ഇതൊക്കെ മാത്രമല്ല കേട്ടോ, സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കാനും നമ്മുടെ വാസ്ലിൻ ഉപയോഗിക്കും. പിന്നെ ഇതേപോലത്തെ കരിമംഗല്യം പോലെയൊക്കെ അതും ഇതേപോലെ തന്നെ വിറ്റാമിൻ ഇ ചേർത്ത് ഉപയോഗിക്കാം. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കളയാനായിട്ട് നമുക്ക് വാസ്ലിൻ ഉപയോഗിക്കാം. വേറെ ഒന്നുമല്ല, വാസ്ലിൻ കുറച്ചെടുത്ത് നമ്മുടെ മൂക്കത്ത് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ആവി പിടിച്ചതിന് ശേഷം നമുക്കിത് റിമൂവ് ആക്കി കളയാവുന്നതുള്ളൂ. നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ച് മാർക്കും പിന്നെ നമ്മൾ വണ്ണം വെക്കുമ്പോൾ ഉള്ള സ്ട്രെച്ച് മാർക്ക് എല്ലാം റിമൂവ് ആക്കാനായിട്ട് ഇത് ബെസ്റ്റാണ്. ഇതേപോലെ തന്നെ നമുക്ക് നൈറ്റ് കിടന്നുറങ്ങുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളയുക, തുടച്ചളയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ എപ്പോഴും പറയുന്നത് വിറ്റാമിൻ ഇ ചേർക്കണം, അതാണ് ഏറ്റവും ഗുണകരം. വിറ്റാമിൻ ഇ കൂടി ചേർക്കണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വിറ്റാമിൻ ഇ ചേർക്കാൻ ശ്രമിക്കുക, കാരണം നമ്മുടെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ചോദിച്ചാൽ കിട്ടും, അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മുടെ എല്ലാ പ്രോബ്ലങ്ങൾക്കും വാസ്ലിൻ അടിപൊളി റിസൾട്ട് തരും. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു തവണ ചെയ്യാതെ അത് മാറണ വരെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആവുകയും ഗ്ലോ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.